എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യനിർമ്മാണശാല വേണ്ടെന്ന നിലപാടിൽ ഉറച്ച് CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ്. പഞ്ചായത്ത് രാജ് നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മറികടക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി മനസ്സിലാക്കണമെന്നും CPI പറഞ്ഞു. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ എടുത്തുകളയുന്ന നടപടി ആലോചനയില്ലാതെ നടത്തിയതെന്നും കുറ്റപ്പെടുത്തൽ. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ CPI രണ്ടും കെട്ട നിലപാട് സ്വീകരിക്കുന്നു എന്ന് വിമർശനം ശക്തമാണ്. ഞങ്ങൾ മുന്നണിക്കുള്ളിൽ ശക്തമായി ഇതൊക്കെ പറഞ്ഞു എന്ന് പറയുകയും പിന്നീട് ആ നിലപാട് മാറ്റുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ വെളിയം ഭാർഗവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കളായിരുന്നപ്പോൾ നിലപാടായിരുന്നു. പക്ഷേ ഇപ്പോൾ അഴകുഴമ്പൻ നിലപാടെന്ന ആക്ഷേപം ശക്തമാണ്. പുറത്തു മറ്റൊന്ന് പറയുന്നു, മുന്നണി യോഗത്തിലെത്തുമ്പോൾ വിധേയമാകുന്നു. പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്നല്ലേ പറഞ്ഞ പോലെ. ഏതായാലും ഇപ്പോൾ CPIയുടെ പ്രാദേശിക ഘടകം അത് ജില്ലാ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് പറയുന്നു പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ എടുത്തു കളയുന്ന നടപടി തെറ്റാണ്, ആലോചനയില്ലാതെ നടത്തിയത് ശരിയായില്ല, അങ്ങനെ കുറ്റപ്പെടുത്തലുകളുണ്ട്. പക്ഷേ ഈ സംസ്ഥാന നേതൃത്വം വല്ലാതെ ചേർന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ വിയോജിപ്പിന് എത്ര കണ്ട് പ്രസക്തി? തീർച്ചയായിട്ടും ഈ സംസ്ഥാന നേതൃത്വം, CPIയുടെ സംസ്ഥാന നേതൃത്വം MN സ്മാരകത്തിൽ ചേർന്ന യോഗങ്ങളിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ മദ്യനിർമ്മാണശാല വേണ്ട എന്നൊരു തീരുമാനം രണ്ട് തവണ അവർ യോഗം ചേർന്നു. 2 തവണയും ഈ മദ്യനിർമ്മാണശാല വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു കൈക്കൊണ്ടത്. അതേസമയം തന്നെ ഇതേ CPIയുടെ മന്ത്രിമാർ ഉൾപ്പെട്ട ആ മന്ത്രിസഭാ യോഗത്തിൽ അവരാരും ഇതിനെതിരെ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഈ സംസ്ഥാന നേതാക്കൾ യോഗം ചേർന്ന് ഈ മദ്യനിർമ്മാണശാല വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതേ MN സ്മാരകത്തിൽ തന്നെ ഈ ഇടതുമുന്നണിയുടെ യോഗം ചേർന്ന സമയത്ത് ആ ഇടതുമുന്നണി യോഗത്തിൽ യാതൊരു തരത്തിലും എതിർപ്പ് പറയാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇത്തരത്തിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ നിശബ്ദനായിരിക്കുകയായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഉൾപ്പെടെ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും അത്തരത്തിൽ ഈ സംസ്ഥാന നേതൃത്വം യാതൊരു തരത്തിലും ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ അതല്ലെങ്കിൽ ഈ CPMനെയോ മുഖ്യമന്ത്രിയോ ഒന്നും എതിർക്കാൻ പോലും പ്രാണിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ CPIയുടെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഈ മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ അവർ തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഭരണഘടനയിലെ ഈ പഞ്ചായത്ത് രാജ് നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മറികടക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി അതായത് MP രാജേഷ് മനസ്സിലാക്കണമെന്നും CPI ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമായിട്ട് ഉന്നയിച്ചു. വ്യവസായങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്തുകളുടെ ചില പ്രധാന അധികാരങ്ങൾ എടുത്തു കളയുന്ന നടപടി ആലോചനയില്ലാതെ നടത്തിയതാണ് എന്നും മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ ഈ പുതിയ നടപടി അംഗീകരിക്കാനാവില്ല എന്നും ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് മദ്യ കമ്പനി അനുവദിക്കരുത്, ഈ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം എന്നൊക്കെ പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നുൾപ്പെടെയാണ് നേതാക്കൾ വിമർശനമായിട്ട് ഉന്നയിച്ചത്. മന്ത്രി ഈ മദ്യനിർമ്മാണ കമ്പനി പ്രതിനിധിയെ പോലെ സംസാരിക്കുന്നുവെന്ന് നിരന്തരം BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും അവസരം ഉണ്ടാക്കരുതായിരുന്നു എന്നും ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മന്ത്രി രാജേഷ് അഹല്യയിൽ ഈ മഴവെള്ള സംഭരണി സന്ദർശിച്ചതിനെതിരെയും ഈ CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ കമ്പനിയാണ് ചെയ്യേണ്ടത് എന്നിരിക്കെ എന്തിനാണ് ഈ MP രാജേഷ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ CPMന്റെ ഇത്തരത്തിലുള്ള നടപടി അല്ലെങ്കിൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ BJPയും കോൺഗ്രസും എന്താണോ പറഞ്ഞത് സമാന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലും വിമർശനമായിട്ട് ഉയർന്നത് എന്നുള്ളതാണ്. ഈ BKMUവിന്റെ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണനായിരുന്നു ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ VK ചാമുണ്ഡി, അതുപോലെ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത ആ യോഗത്തിലാണ് സംസ്ഥാന നേതൃത്വം പാടെ ഒരു നിലപാടില്ലാതെ അതല്ലെങ്കിൽ പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം നിലപാടൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എത്രത്തോളം അതിൽ കാര്യമുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം അത്തരത്തിലാണ് ഇന്നലെ ഇപ്പോൾ വൈകിട്ടോടുകൂടെയാണ് MP രാജേഷ് വാർത്താ സമ്മേളനം നടത്തി ഈ പഞ്ചായത്തി രാജിനെ പോലും ഒരു വകവെക്കാത്ത തരത്തിൽ പഞ്ചായത്തുകളുടെ അധികാരത്തിൽ പോലും കൈകടത്തുന്ന തരത്തിൽ ചട്ടങ്ങളെ ഭേദഗതി ചെയ്യുന്നതിനും മറ്റുമൊക്കെ പുറപ്പെടുന്ന കാര്യം കൂടെ വ്യക്തമാക്കിയത്. ഏതായാലും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇങ്ങനെ വിമർശനം ഉയർന്നിരിക്കുന്നത്. എലപ്പുള്ളിയിലെ ബ്രൂവറി വേണ്ട എന്നാണ് CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് പറയുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം അതങ്ങനെയല്ല കാണുന്നത്. നല്ലതാണ്, വരട്ടെ എന്ന് പറയുന്നു. പക്ഷേ രണ്ടഭിപ്രായം അപ്പോഴും ഉണ്ട് കേട്ടോ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.